الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. മനുഷ്യാവകാശങ്ങളും ഇസ്ലാമും എന്ന തലക്കെട്ടിന് കീഴെയുള്ള തുടർ ചർച്ചയിൽ ലോക വനിതാ ദിനത്തിൻ്റെ പശ്ചാത്തലം മുമ്പിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനമാനങ്ങളും പദവികളും അവരുടെ സുരക്ഷിതത്വം മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പ്രത്യേക അവകാശങ്ങളുമൊക്കെയാണ് ഖുതുബയിൽ തുടർച്ചയായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും സ്ത്രീയെ മോശമായും തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമായും കണ്ടു ശീലിച്ച സാമൂഹ്യ ക്രമത്തിന് മുമ്പിൽ അടിസ്ഥാനപരമായ മനോഭാവ മാറ്റത്തിലൂടെ സ്ത്രീക്ക് സ്ഥാനവും പദവിയും നേടിക്കൊടുക്കാനുള്ള ഇടപെടലാണ് വിശുദ്ധ ഖുർആനിന്റെ ബലത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത് എന്ന് ഈ രംഗത്ത് ഇസ്ലാമിൻ്റെ നയനിലപാടുകളും ഇടപെടലുകളും വെച്ചുകൊണ്ട് പഠന ഗവേഷണ മേഖലകളിൽ ഈ വിഷയത്തെ വിഷയീഭവിപ്പിച്ച ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പുരുഷന്മാർ നിങ്ങളെ സൃഷ്ടിച്ച അതേ നാഥൻ തന്നെയാണ് സ്ത്രീകളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിഷയകമായി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാമത് വസ്തുത അതായിരുന്നു. അതാവട്ടെ നിങ്ങളുടെ നിലനിൽപ്പിനും അഥവാ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനും നിങ്ങളുടെ സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതത്തിനും അനിവാര്യമായതുകൊണ്ടാണ്.
രണ്ടാമതായി, സ്ത്രീ ഒരിക്കലും ശപിക്കപ്പെട്ട ഒരു ജന്മമല്ല. അവളൊരിക്കലും പാപത്തിൻ്റെ ഹേതുവുമല്ല. ആദ്യ പാപം ചെയ്തത് പെണ്ണാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണ്. മൂന്നാമതായി, ഈ മേഖലയിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച പാഠം, നിങ്ങളെപ്പോലെ ജനിക്കാനും ജീവിക്കാനും കൃത്യമായ അവകാശവും അർഹതയുമുള്ളവളാണ് സ്ത്രീ എന്നാണ്. ഈ അവസാനം പറഞ്ഞു വെച്ച വസ്തുതയുടെ വിശദീകരണമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നാം ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയായി ഈ വിഷയകമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഇന്നത്തെ ഖുതുബയുടെയും ഇതിവൃത്തം. പെൺകുഞ്ഞ് ജനിച്ചാൽ അത് ഏറ്റവും വലിയ മാനഹാനിയായി കാണുകയും അവളെ ജീവനോടെ കുഴിച്ചുമൂടുകയും ചെയ്തിരുന്ന, ഇനി ജീവിക്കാൻ അനുവദിച്ചാൽ തന്നെ പുരുഷന്റെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത വിധം കെട്ടിൽ നിർത്തി പീഡിപ്പിക്കുകയും അല്ലാതെ തന്നെ പുരുഷന്റെ കയ്യേറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന ആ കാലഘട്ടത്തിലെ ക്രമം. ഇത് പലപുര വാളിലൂടെയും ഖുതുബയിലൂടെയും ശ്രമിച്ചവരാണ് നമ്മൾ. അത്തരമൊരു ക്രമത്തിൽ പെണ്ണിനും ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തെ മുൻനിർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യഥാവിധി ബോധവൽക്കരിച്ചപ്പോൾ പെൺകുഞ്ഞ് ജനിക്കുന്നത് ഏറ്റവും സൗഭാഗ്യമായി കാണുന്ന ഒരു സമൂഹമായി ആ സമൂഹം പരിവർത്തിപ്പിക്കപ്പെട്ടു. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ പെൺകുഞ്ഞിനോട് ഏറ്റവും ഉദാരമായിട്ട് വർത്തിച്ചാൽ അത് മുഖേന സ്വർഗം കിട്ടുമെന്ന കാഴ്ചപ്പാട് പെൺകുഞ്ഞിനെ സ്നേഹിക്കുന്ന, പെൺകുഞ്ഞ് പിറക്കാൻ കൊതിക്കുന്ന ലഭ്യമായ പെൺമക്കൾ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്ന, ആ പെൺമക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗം താൻ നരകത്തിൽ പോകാതിരിക്കാൻ കാരണമാകുന്ന, തനിക്കും നരകത്തിനുമിടയിൽ മറയായി വരുന്ന വലിയ പുണ്യകരമായ കർമ്മമായി ആ സമൂഹം കണ്ടു. മൻ വുലിദത് ലഹു ഇബ്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു, ഒരാൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചാൽ വലം യഹിദ്ഹ, അവൻ ആ പെൺകുഞ്ഞിന് ജനിക്കാൻ അനുവാദം കൊടുത്തു, അഥവാ ഭ്രൂണഹത്യ നടത്തിയില്ല. നേർക്കുനേരെ അർത്ഥം പറഞ്ഞാൽ കുഴിച്ചു മൂടിയില്ല എന്നാണ്. അന്ന് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം സാധ്യമല്ലല്ലോ. ജനിച്ചതിന് ശേഷം മാത്രമേ ലിംഗനിർണയം സാധ്യമാകൂ. അതുകൊണ്ട് ജനിച്ചതിന് ശേഷം കുഴിച്ചു മൂടലായിരുന്നു ആ ക്രമത്തിൽ. അത് വെച്ചുകൊണ്ടാണ് വലം യഹിദ്ഹ, അവൻ ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയില്ല. നമ്മുടെ കാലത്തേക്ക് ചേർത്ത് പറയുമ്പോൾ അവൻ ആ പെൺകുഞ്ഞിനെ ഭ്രൂണഹത്യ നടത്തിയില്ല, ലിംഗപരിശോധനയ്ക്ക് പോയില്ല എന്നർത്ഥം. വലം യുഹിൻഹ, അവൻ ആ പെൺകുഞ്ഞിനെ നിന്ദിച്ചില്ല. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തന്റെ പിതാവിനാൽ ആ പെൺകുഞ്ഞ് മാനഹാനിക്ക് വിധേയമായില്ല, പീഡിപ്പിക്കപ്പെട്ടില്ല എന്ന് വേണം വായിക്കാൻ. ആ പെൺകുഞ്ഞിനെ അവൻ നിന്ദിച്ചുമില്ല. വലം യുഗ്സിർ വലദഹു അലൈഹ, അവന്റെ ആൺമക്കൾക്ക് ഈ പെൺകുഞ്ഞിനേക്കാൾ അവൻ പരിഗണനയും കൊടുത്തില്ല, തുല്യ പരിഗണനയാണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു ആ മനുഷ്യനെ, ആ പിതാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസ് ഈ പുതിയ കാലത്തും നമുക്കൊരുപാട് വെളിപാടുകൾ നൽകുന്ന തിരുവചനങ്ങളാണ്.
ഇങ്ങനെ ഒരു അധ്യാപനം പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സ്വർഗനരകവുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ പെൺകുഞ്ഞുങ്ങളെ തങ്ങളുടെ സ്വർഗമായി കാണുന്ന ഒരു ജനത ഇസ്ലാമിന്റെ അടിത്തറയിൽ ഉണ്ടായി വന്നു. ആ പെൺകുഞ്ഞുങ്ങളെ കൊതിക്കുന്ന, അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു ജനത, സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാരുണ്യവും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആദരവും സ്ത്രീക്ക് നൽകുന്ന ഒരു ജനത. അങ്ങനെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത ആ സാമൂഹ്യ ക്രമത്തിൽ സ്ത്രീകളോടുള്ള മനോഭാവത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാരുണ്യം മകളോടും സഹോദരിയോടും, സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാരുണ്യം തന്റെ ഭാര്യയോട്, ആദരവിൽ അധിഷ്ഠിതമായ കാരുണ്യം അല്ലെങ്കിൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ആദരവ് തന്റെ മാതാവിനോട്, മറ്റു സ്ത്രീകളോട്. ഇങ്ങനെ ഒരു സമീപനത്തിലേക്ക് ആ സമൂഹം മാറി വന്നു എന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ ശരിയായി സാക്ഷ്യപ്പെടുത്തുന്നു. പെൺമക്കളെ ഇങ്ങനെ പരിഗണിക്കുന്ന, സഹോദരിമാരെയും ഈ അർത്ഥത്തിൽ പരിഗണിക്കുന്ന, മകൾ, സഹോദരി എന്നീ അവസ്ഥയിൽ സ്ത്രീകൾ ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവും പരിലാളനയും ഏറ്റുവാങ്ങുന്ന ഒരു ക്രമം. ഭാര്യ എന്ന അർത്ഥത്തിൽ തുല്യ പദവിയും കാരുണ്യവും സ്നേഹവും അറിയിക്കുന്ന, അത് ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം. മാതാവ് എന്ന അർത്ഥത്തിൽ വലിയ അളവിൽ ആദരവ് ലഭ്യമാകുന്ന, വലിയ അളവിൽ കാരുണ്യത്തിന് അർഹയാകുന്ന, സ്ത്രീ എന്ന അർത്ഥത്തിൽ ഏത് സ്ത്രീ ആയിരിക്കട്ടെ അവർ ആദരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മനോഭാവം മാറ്റിയെടുത്തതിലൂടെ, മൈൻഡ് സെറ്റിംഗ് ക്രമീകരിച്ചതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് പെൺകുഞ്ഞിനോട് വലിയ സ്നേഹം, സഹോദരിമാരോടും വലിയ സ്നേഹം, ഭാര്യ എന്ന നിലക്കും ഈ സ്നേഹവും ആദരവും എത്രമേൽ പങ്കുവെച്ചു കൊടുക്കണമെന്ന് കെട്ടിൽ നിർത്തിയ പെണ്ണിനെ യഥേഷ്ടം പീഡിപ്പിക്കുന്ന, ഒരു പരിഗണനയും കൊടുക്കാതെ പഠിച്ച ഒരു ക്രമത്തിൽ ഇസ്ലാമിന്റെ പദപ്രയോഗങ്ങൾ തന്നെ വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു. പദങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് സാധാരണ നമുക്കിടയിലെ രാഷ്ട്രീയ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയാറുണ്ട്. വിമോചന പ്രവർത്തകർ എപ്പോഴും പദങ്ങളുടെ രാഷ്ട്രീയം ചർച്ചയാക്കാറുണ്ട്. എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പദങ്ങളിലൂടെ വളരെ കൃത്യമായ ഒരു ആശയ ലോകത്തെ സമൂഹത്തിന് സമർപ്പിച്ചു. പദങ്ങൾക്ക് കൃത്യമായ ഒരു മുനയുണ്ട് എന്നർത്ഥം, പദങ്ങൾക്ക് കൃത്യമായ ഒരു ആശയ ലോകമുണ്ട് എന്ന്. ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം ഇസ്ലാമിൻ്റെതല്ല, അത് മലയാള ഭാഷയുടേതാണ്. എങ്കിൽ ആ പദത്തിന്റെ സന്ദേശം നെഗറ്റീവാണ്, ഋണാത്മകമാണ്. ഭാര്യ ഭരിക്കപ്പെടേണ്ടവളാണ്, ഭർത്താവ് ഭരിക്കേണ്ടവനും എന്ന ഒരു ധ്വനി അതിലുണ്ട്. ഇതര ഭാഷകളിലും പ്രയോഗങ്ങൾക്ക് ഇങ്ങനെ ചില തെറ്റായ അർത്ഥങ്ങളുണ്ട് എന്ന് ആ ഭാഷകളിൽ നൈപുണ്യമുള്ള ആളുകൾ പറയുന്നു. എന്നാൽ അറബി ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയകമായി ഇസ്ലാമിന്റെ ആശയ ലോകത്തെ സമർപ്പിക്കാൻ സൗജത്ത് എന്ന പദപ്രയോഗമാണ് നടത്തിയത്. ഇണതുണകൾ എന്നാണ് അർത്ഥം. ആ പദത്തിൽ പോലും ഒരു വ്യത്യാസവുമില്ല. ഭർത്താവിനെ കുറിക്കാനും ഭാര്യയെ കുറിക്കാനും പ്രയോഗിച്ച പദം തന്നെ ഒന്നാണ്. അത് സ്ത്രീലിംഗ പദവും പുല്ലിംഗ പദവും വേർതിരിക്കുന്നിടത്തുള്ള ഭാഷാപരമായ ഒരു ത എന്ന പ്രയോഗം ഒഴിച്ചു നിർത്തിയാൽ സൗജത്ത് എന്നാണ്. ഇണതുണകളായി ജീവിക്കേണ്ടവർ, പരസ്പരം ഒന്നായി നിൽക്കേണ്ടവർ, രണ്ട് ശരീരമാണെങ്കിലും ഒരു മെയ്യായി, രണ്ട് ശരീരമാണെങ്കിലും ഒരേ അഭിപ്രായ ഐക്യത്തോടുകൂടി, ചിന്താപരമായ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടവർ എന്നാണ് ആ പദത്തിന്റെ അർത്ഥമെന്ന് മഹാരഥന്മാരായ ഭാഷാ പണ്ഡിതർ വിശദീകരിക്കുന്നു. വസ്ത്രവും ശരീരവും എങ്ങനെ എന്ന് മനുഷ്യന് വേഗം മനസ്സിലാകുമെങ്കിൽ അതേ ഉപമയായി വെച്ചുകൊണ്ടാണ്, അതേ ഉദാഹരണത്തെ ഉദാഹരണവൽക്കരിച്ചുകൊണ്ടാണ് ഭാര്യ എന്ന് പറയുന്ന തന്റെ ജീവിത പങ്കാളിയായി വന്ന സ്ത്രീയെ ഭർത്താവും, ഭർത്താവ് എന്ന് പറയുന്ന ജീവിതത്തിൽ തുണയായി വന്ന പുരുഷനെ സ്ത്രീയും നോക്കിക്കാണേണ്ടത് എന്നും
വിശുദ്ധ ഖുർആൻ തന്നെ അതിന്റെ പദപ്രയോഗങ്ങളിലൂടെ പഠിപ്പിച്ചു. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. നമുക്കേറെ പരിചയമുള്ള നിക്കാഹ് ഖുത്ബകളിൽ നിരന്തരമായി വരുന്ന ഒരു പ്രയോഗമാണത്. അവരും നിങ്ങളും ശരീരവും വസ്ത്രവും പോലെയാണ്. അത്രമേൽ അടുപ്പമുള്ള, ഒന്നിന്റെ വൈകല്യത്തെ മറ്റൊന്ന് മറക്കുന്ന, ഒന്നിന്റെ ആകാര സൗഷ്ഠവത്തിന് മൊഞ്ചും ഭാവവും മറ്റൊന്ന് നൽകുന്ന ഇவ்விധമുള്ള ഒരു ചേർന്ന് നിൽപ്പ് നിങ്ങളിൽ അനിവാര്യമാണ് എന്നും അതായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളോടുണ്ടാവുന്ന കാഴ്ചപ്പാട് എന്നും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. എന്നല്ല, കൂടിയാലോചന ഇതിൽ മർമ്മമാണെന്നും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആണിന് ആണിന്റെ സവിശേഷമായ പ്രകൃതിപരമായ അവസ്ഥ വെച്ചും കുടുംബം എന്ന് പറയുന്ന ഈ യൂണിറ്റിന്റെ സകല ബാധ്യതകളും സാമ്പത്തികമായ ബാധ്യതകൾ അവന്റെ ചുമലിൽ അർപ്പിതമായിരിക്കുന്നു എന്നതുകൊണ്ടും ലീഡർഷിപ്പിൽ അവന് ഒരു പരിഗണന, മുമ്പിൽ നടക്കാൻ യോഗ്യൻ അവൻ എന്ന നിലക്ക് അവനൊരു പരിഗണന അള്ളാഹു കൊടുത്തിരിക്കുന്നു. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളുടെ മേൽ നായകത്വം, നേതൃത്വം, അവരെ നയിക്കാനും അവരെ കൊണ്ടു നടക്കാനുമുള്ള അവകാശം, അവരുടെ മുമ്പിൽ നേതാവായി നിന്നുകൊണ്ട് ലീഡർഷിപ്പ് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം അവനുണ്ട് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ചപ്പോഴും നിങ്ങൾ തമ്മിൽ കൂടിയാലോചന വേണം, ശൂറ നടക്കണം എന്ന് വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ബഖറയിലൂടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. മുഷാവറ എന്ന് നമുക്ക് പരിചയമുള്ള അറബി പദം, കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന ജനായത്ത ക്രമത്തിന്റെ ഇസ്ലാം അംഗീകരിക്കുന്ന ഏറ്റവും സുന്ദരമായ മുഖം. ആ മുഖത്തെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെടുത്ത് അതിലൊരു പദപ്രയോഗം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് വന്നത് എന്ന് ഈ സൂറ അൽ ബഖറയിലെ 233 ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഫൈൻ അറാദ ഫിസാലൻ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ തീരുമാനിച്ചാൽ, അൻ തറാദിൻ മിൻഹുമാ, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടും വതശാവുരിൻ, പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ടും ആയിരിക്കണം എന്നാണ്. അപ്പൊ ആണും പെണ്ണും, ഭാര്യ ഭർത്താവ്, ആ പ്രയോഗത്തിന് തന്നെ ഒരു കുഴപ്പമുണ്ട് എന്നിരിക്കെ നമ്മുടെ മലയാള ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗം ഉള്ളത് കൊണ്ട് ആവർത്തിച്ച് പറയേണ്ടി വരുന്നതാണ്. ഇണതുണകളായി നിങ്ങൾ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടും, അല്ലെങ്കിൽ രണ്ടുപേരുടെയും തീരുമാനത്തിന്റെ ഭാഗമായി രണ്ടുപേരും കൂടിയാലോചിച്ച് രണ്ടുപേരും പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി കുഞ്ഞിന്റെ മുലകുടി നിർത്തുകയാണ് എങ്കിൽ ഫലാ ജുനാഹ അലൈഹ, അതിന്റെ പേര് നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞെടുത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടിയാലോചന വേണം എന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. എന്നല്ല, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും മാന്യന്മാർ, ലക്ഷണമൊത്ത പുരുഷന്മാർ, മാന്യതയുള്ളവർ ഭാര്യമാരോട്, സ്ത്രീകളോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവരാണ് എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ മകൾ എന്ന നിലക്കും സഹോദരി എന്ന നിലക്കും പെണ്ണിന് കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും അവർക്ക് കിട്ടേണ്ടുന്ന സ്നേഹവും കാരുണ്യവും എത്രയെന്ന് പഠിപ്പിച്ച അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹ ജീവിതത്തിൽ താൻ ഇണയായി സ്വീകരിച്ച പെണ്ണിനോട് എത്രമേൽ ഉദാത്തമായ സമീപനം സ്വീകരിക്കണം എന്നും പഠിപ്പിച്ചതിലെ കൊച്ചു കൊച്ചു വചനങ്ങളാണ് നാം സാധാരണ കേട്ട് പരിചയമുള്ള ഈ വചനങ്ങൾ. ഈ രീതി യഥാവിധി പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം വേറെ ഉണ്ടോ എന്ന് വിനയപുരസ്സരം നമ്മൾ ചിന്തിക്കണം. വിവാഹത്തെ ഉദാത്തമായ ഒരു ആരാധനാഭാവേന നിർവഹിക്കണമെന്ന കർമ്മമായി പഠിപ്പിക്കുക, എന്നിട്ട് വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ ഉള്ള ആ കരാറിനെ മീസാഖൻ ഖലീല, ഏറ്റവും ബലിഷ്ഠമായ കരാർ എന്ന് പഠിപ്പിക്കുക. അതേ പ്രയോഗം തന്നെയാണ് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകന്മാരും അലൈഹിമുസ്സലാം അവർ തമ്മിലുള്ള കരാറിനെ കുറിക്കാനും ഇസ്ലാം പഠിപ്പിച്ചത്. ആണും പെണ്ണും വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ പെൺകുട്ടിയുടെ രക്ഷിതാവും കല്യാണം കഴിക്കുന്ന പുരുഷനും തമ്മിൽ ഉണ്ടാകുന്ന ഈ കരാറിനെ മീസാഖൻ ഖലീല എന്ന് ഖുർആൻ പഠിപ്പിച്ചു എങ്കിൽ അള്ളാഹുവിന്റെ ദൗത്യവും നിയോഗവും ഏറ്റെടുത്ത് കാലാകാലങ്ങളിലായി മണ്ണിലേക്ക് നിയുക്തരാകുന്ന പ്രവാചകന്മാർ അലൈഹിമുസ്സലാം, ആ പ്രവാചകന്മാർ അള്ളാഹുമായുള്ള കരാറിനെ കുറിച്ച് പറഞ്ഞെടുത്ത് മീസാഖൻ ഖലീല എന്ന് തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചത്. അപ്പൊ അത്രയും പവിത്രമായ ഒരു കരാറായി പരിചയപ്പെടുത്തുക. എന്നിട്ട് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്നായി മുന്നോട്ട് പോകുമ്പോൾ ഇണതുണകൾ എന്ന രീതിയിൽ നിങ്ങൾ പരസ്പരം സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടും കാര്യങ്ങൾ കൂടിയാലോചിച്ച് മുന്നോട്ട് പോവുക. ശരീരവും വസ്ത്രവും പോലെ ആയിരിക്കണം നിങ്ങൾ. അവിധമുള്ള ഐക്യവും അവിധമുള്ള ഒരു രീതിയും നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്ന് പഠിപ്പിക്കുമ്പോൾ അതിലൂടെ വിവാഹത്തിൽ എത്തിപ്പെട്ട, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീക്ക് പുരുഷന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന
ഉയർന്ന സ്ഥാനവും പദവിയും അംഗീകാരവും എത്രയാണെന്ന് വിനയപുരസരം സഹോദരി സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പക്ഷെ ഇത് ഈ സമുദായത്തിന് വേണ്ട അളവിൽ മനസ്സിലായോ എന്ന കാര്യം നമുക്കിപ്പോഴും സംശയമാണ്. കഴിഞ്ഞ വിമൻസ് ഡേയുടെ അന്നേ ദിനം പത്രങ്ങളിൽ സാഹിത്യകാരന്മാരായ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. വായിച്ചവർ ഈ സദസ്സിൽ ധാരാളമായിട്ട് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ വിളിക്കാൻ പത്രക്കാരും ചാനലുകാരും പ്രത്യേകമായ നമ്പറുകൾ ഇഷ്യൂ ചെയ്തു. ആ നമ്പറിൽ പേര് വെളിപ്പെടുത്താതെ ഒരുപാട് സ്ത്രീകൾ ഈ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ പെൺമണികളോട് കാതോട് കാതോരം വിഷയങ്ങൾ പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെച്ച വിഷയങ്ങളെ ആറ്റിക്കുറുക്കി അവർ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രിന്റ് മീഡിയയിലൂടെയും പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ട ആ വിവരങ്ങൾ വായിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേരും നെറിയുമുള്ള ആരെങ്കിലും വായിച്ചെങ്കിൽ അവർ വല്ലാതെ ആയിപ്പോയിട്ടുണ്ടാകും. 18 കൊല്ലവും വരെ 8ഉം 10ഉം 18ഉം കൊല്ലം വരെ വിവാഹ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാർ സ്ത്രീധനത്തിന്റെ പേരിൽ തന്റെ പെണ്ണിനെ പീഡിപ്പിക്കുന്ന ദുരവസ്ഥ, കെട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പേര് പറയരുത് എന്ന അഭ്യർത്ഥനയോടെ പറഞ്ഞ വർത്തമാനവും കൂട്ടത്തിൽ ഒന്നിലധികം വായിക്കാൻ പറ്റി. നമ്മൾ അറിയണം, ഒരു സമുദായം കേൾക്കുമ്പോൾ നിക്കാഹ് ഖുത്ബയിൽ കേട്ട വിഷയങ്ങൾ തന്നെ. അപ്പോൾ ഇതിലെന്ത് പുതുമ എന്ന് ഒരു വേള ശ്രദ്ധിച്ചേക്കാം. പക്ഷെ പറയേണ്ടുന്ന ഒരു വിഷയത്തിലേക്ക് വരാൻ ഇസ്ലാമിന്റെ ഈ അധ്യാപനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടല്ലാതെ വഴിയില്ല എന്നതുകൊണ്ട് ആ വഴി വെട്ടി തുറന്നുകൊണ്ടാണ് ഈ വർത്തമാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കല്യാണം കഴിഞ്ഞ് 8ഉം 10ഉം 18ഉം കൊല്ലം വരെ തന്റെ കിടപ്പറ പങ്കിട്ട തന്റെ സഹധർമ്മിണിയെ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന പുരുഷന്മാർ മുസ്ലിം സമുദായത്തിനകത്തുണ്ടെങ്കിൽ നാം അറിയണം, എത്രമേൽ ഇസ്ലാം ഉദാത്തമായ രീതിയിൽ പഠിപ്പിച്ച ഒരു പാഠം ഒരിത്തിരി പോലും നമ്മുടെ സമുദായത്തെ നേരെ ചൊവ്വേ പഠിപ്പിക്കാൻ കഴിയാതെ പോയ ദുരന്തം ഉണ്ടെന്നും ഭൗതികന്മാരെ നയിക്കുന്ന ധനമോഹം, സാമ്പത്തിക നേട്ടം, കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ബന്ധങ്ങളെ വരെ കച്ചവടവൽക്കരിക്കപ്പെട്ടതിന്റെ പേരിൽ സ്ത്രീധനമാകുന്ന മഹാവിപത്ത്, അതെല്ലാം നമ്മുടെ ഇസ്ലാമിനെ, ഇസ്ലാമിക സംസ്കാരത്തെ, നമ്മുടെ ഈമാനിനെ, നമ്മുടെ ദീനിനെ, നാം സ്നേഹിക്കുന്ന ഈ ദീനിനെ, ആ ദീനിന്റെ ഉദാത്തമായ മുഖം സമൂഹത്തിന് മുമ്പിൽ എത്രമേൽ വഷളാക്കി കളയുമെന്നും നമ്മെ എത്രമേൽ നരകാവകാശികളാക്കുമെന്നും വളരെ വേദനയോടെ ഓർക്കാൻ ഈ സന്ദർഭത്തിൽ ഈ സമുദായത്തിന് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹറിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. അത് പെണ്ണിന്റെ അവകാശമായിട്ടും പഠിപ്പിച്ചു. ആ അവകാശത്തിൽ കൈവെക്കാൻ ഭരണകൂടത്തിന് അവകാശമില്ല എന്നും കൃത്യമായിട്ട് ചരിത്രം തെളിയിച്ചു. എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര മഹർ തരണമെന്ന് ഒരു പെണ്ണിന് പറയാനുള്ള അവകാശം വകവെച്ചു കൊടുത്തു. നിങ്ങൾ അവർക്ക് മാന്യമായ മഹർ കൊടുത്ത് വേണം കല്യാണം കഴിക്കാൻ എന്ന് പുരുഷന്മാരോട് പറഞ്ഞു. പക്ഷെ ആ ക്രമത്തെ മാറി മഹർ 2ാം സ്ഥാനത്തായി. പലപ്പോഴും 501 രൂപയിൽ നിന്ന് മഹറിന്റെ തുക വല്ലാതെയൊന്നും ഇപ്പോഴും പൊങ്ങിയിട്ടില്ല എന്ന് മഹലിൽ ജോലി ചെയ്യുന്ന ഇമാമുമാർക്ക് ശരിക്കും മനസ്സിലാകും. വലിയ തുക കൊടുക്കുന്നിടത്ത് പോലും അതിനകത്തൊരു ഹിഡൻ അജണ്ടയുണ്ടെന്ന് തോന്നിപ്പോകും. 10 പവൻ മഹർ കൊടുക്കുന്നു എന്നും 10 പവൻ മഹർ കൊടുക്കുന്നുണ്ടെന്ന് സദസ്സിൽ പറയണമെന്നും ഒരാൾ വാശി പിടിക്കുന്നു എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, 10 പവൻ മഹർ എന്നത് ഒരു ഇക്വേഷനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അഥവാ 10 പവൻ മഹർ കൊടുക്കുന്നു എങ്കിൽ 100 പവൻ അപ്പുറത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. 10:100 എന്ന ഒരു ക്രമം 1:10 എന്ന തോതിൽ നമുക്കിടയിൽ ഉണ്ടെന്നതും വളരെ കൃത്യമായ ഒരു അറിവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ ഒരവസ്ഥയിലേക്ക് വന്നത് ഇസ്ലാമിനെ വിട്ട് ഈ ക്രമത്തെ ഭൗതികന്മാരുടെ കച്ചവട കണ്ണോടെ ക്രമീകരിച്ചപ്പോഴാണ്. അതിന്റെ ദുരന്തം ഇന്ന് സമൂഹത്തിലുണ്ട്. എങ്കിൽ ഈ ദുരന്തത്തിന്റെ വാതിൽ തുറന്നു വെച്ചവർ, ഈ കുടത്തിൽ നിന്ന് ഭൂതത്തെ പുറത്തുവിട്ടവർ, അതിനെ ന്യായീകരിക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ തമ്പുരാന്റെ മുമ്പിൽ എത്രത്തോളം അനുഭവിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചാൽ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ബോധ്യമാവുകയും ചെയ്യും. സ്ത്രീകളുടെ ഈ മഹറിൽ ഇടപെടാൻ പുരുഷന് എന്നല്ല, ഭരണകൂടത്തിന് പോലും അവകാശമില്ല എന്നും ഇസ്ലാം ചരിത്രം കൊണ്ട് തെളിയിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറി വെള്ളിയാഴ്ച ദിവസം സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രസംഗത്തിൽ അദ്ദേഹം സ്ത്രീകളോടൊരു നിർദ്ദേശം വെച്ചു. സ്ത്രീകൾ അധികമായി മഹർ ചോദിക്കുന്നു എന്നതിനാൽ ചില പുരുഷന്മാർക്ക് വിവാഹത്തിന് പ്രയാസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ മഹറിന്റെ തോത് ഇത്തിരി മിതമാക്കണം എന്ന ഒരു വസിയത്ത് പോലെ, ഉപദേശം പോലെ, ഒരു നസീഹത്ത് പോലെ
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ നിന്ന് ഒരു പ്രായം ചെന്ന സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു വകവെച്ച് തന്ന അവകാശത്തിൽ ഇടപെടാൻ ഉമറെ നിനക്ക് ആരാണ് അവകാശം നൽകിയത് എന്നാണ്. ആ ചോദ്യം സദസ്സിനെ വല്ലാതെ ഞെട്ടിച്ചു. ഉമർ വല്ലാതെയായി. ഒരു നിമിഷം ഉമർ പ്രഭാഷണം നിർത്തി. എന്നിട്ട് അടുത്ത നിമിഷം ഉമർ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, അവര് പറഞ്ഞതാണ് ശരി, അത് അവരുടെ അവകാശമാണ്, നമുക്കതിൽ ഇടപെടാൻ അർഹതയില്ല എന്നാണ്. ഇത്രയും കൃത്യമായി സ്ത്രീക്ക് വലിയ ഒരു ഉയർന്ന പദവിയും അവകാശവും തീരുമാനാധികാരവും നൽകിക്കൊണ്ട് വിവാഹ ജീവിതത്തെ ക്രമീകരിച്ച മതമാണ് ഇസ്ലാം. പക്ഷെ ആ വിവാഹ ജീവിതത്തിന്റെ അലകും പിടിയും മാറ്റിപ്പണിതപ്പോൾ നമ്മുടെ സമുദായവും ഈ വനിതാ ദിനങ്ങൾ, സ്ത്രീ പീഡനത്തിന്റെ പേരിലാണ് ദിനാചരണം. ഇന്ന് ജലവുമായി ബന്ധപ്പെട്ട ദിനാചരണമാണ്. വെള്ളത്തോടുള്ള അന്യായം, ആ പ്രകൃതി വിഭവത്തോട് കാണിക്കുന്ന അന്യായം, അതിന്റെ ചൂഷണത്തിന്റെ വഴികൾ തുറന്നു വെച്ചത്, അത് വിൽപ്പനയുടെ മാർഗമായപ്പോൾ കച്ചവടക്കണ്ണോടെ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്, അതിന്റെ പേരിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇല്ലാതായത്, അങ്ങനെ എല്ലാം നികത്തി വന്നപ്പോൾ വെള്ളക്കെട്ടുകളും തണ്ണീർത്തടങ്ങളും തീർന്നു പോയത്, അതിന്റെ എല്ലാം ഫലമായി 3 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ഭൂഗർഭജലം താഴ്ന്നു പോയ ജില്ലകളുടെ എണ്ണം കേരളത്തിൽ പെരുകി വരുന്നു എന്നത്, അങ്ങനെ കുഴലടിച്ച് നോക്കിയാൽ പോലും വെള്ളം കിട്ടാക്കനിയായി തീരുന്ന ഒരു വരണ്ടുണങ്ങിയ ഊഷരതയിലേക്ക് കേരളം സഞ്ചരിക്കുന്നു എന്ന്, ഇതെല്ലാം പ്രശ്നമായി വന്നപ്പോൾ ലോകാടിസ്ഥാനത്തിലും നമ്മുടെ കേരളീയ സമൂഹത്തിലും ദിനാചരണങ്ങൾ വരുന്നത്. ദിനാചരണങ്ങൾ വരുമ്പോൾ സമൂഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് വരും. അങ്ങനെ ശ്രദ്ധ വരുമ്പോൾ അത്തരം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, ലക്ഷണമൊത്ത ഒരു സമുദായം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ മുസ്ലിം സമുദായത്തിന് കഴിയേണ്ടതായിരുന്നു. വനിതാ ദിനം ആചരിക്കുമ്പോൾ ഈ സമുദായം തലതാഴ്ത്തുകയാണ്. ഈ പറഞ്ഞ ഏത് ദിനാചരണത്തിലും ഈ സമുദായത്തിന് ഒരു ഖൈറു ഉമ്മത്ത് എന്ന നിലക്ക് ലോകത്തിന് മാതൃകയായി വരാൻ കഴിയാതെ പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല. മുസ്ലിം സമുദായം കൃത്യമായി വേവലാതിയോടുകൂടി ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. നമുക്കിതിൽ പ്രമേയങ്ങളുണ്ട്, ഖുർആനിലും സുന്നത്തിലും നമുക്കിതിൽ അജണ്ടകളുണ്ട്, നടപ്പിൽ വരുത്തിയ അജണ്ടകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ നയസമീപനങ്ങളുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ അത് നടപ്പാക്കിക്കൊണ്ട് ഒരു ഖൈറു ഉമ്മത്തായി എല്ലാ രംഗത്തും ലോകം ഒരു വിഷയത്തിൽ കേണുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൽ ഇതാ ഒരു മാതൃകാ സമൂഹം എന്ന് ലോകത്തിന് മുസ്ലിം സമുദായത്തെ ചൂണ്ടിപ്പറയാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഇസ്ലാമിന്റെ അജയ്യത എന്ന് തിരിച്ചറിയാനെങ്കിലും ഈ സമുദായത്തിന് പറ്റണം. പക്ഷെ മുമ്പേ പോകുന്നവരുടെ കൂടെ അതേ രീതിയിൽ തന്നെ പോകാൻ മാത്രം. പിന്നെ വ്യത്യാസം കേറിയിരിക്കുന്നത് പള്ളിയിലാണ്, അമ്പലത്തിലും ചർച്ചിലുമല്ല എന്ന വ്യത്യാസവും. ഇങ്ങനെയായിപ്പോയി ഒരു സമുദായം എന്ന് വേദനയോടെ നാം ഓർക്കണം. അപ്പൊ ഈ പറയുന്ന വിഷയങ്ങൾ ഇസ്ലാമിന്റെ കൃത്യമായ ഉത്ബോധനങ്ങളാണ് എങ്കിൽ ആ ഉത്ബോധനങ്ങളെ ആ നിലക്ക് കാണാൻ നമുക്ക് സാധിക്കണം. മകളെന്ന നിലക്ക്, സഹോദരി എന്ന നിലക്ക് പെണ്ണിന് കിട്ടുന്ന പരിഗണന, ആദരവും സ്നേഹവും, ഭാര്യ എന്ന നിലക്ക് സ്ത്രീക്ക് കിട്ടുന്ന ഉദാത്തമായ പരിഗണന, ആദരവും സ്നേഹവും. ഇനി ഉമ്മ എന്ന നിലക്ക്, നാലാമത് അവളുടെ സ്ഥാനം അതാണ്, ആ നിലക്ക് അവൾക്ക് കിട്ടുന്ന ഉദാത്തമായ പരിഗണന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഈ വിഷയമായും നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെ മുമ്പിൽ വരുന്നു? ഏത് വാഴ് പരമ്പര വന്നാലും അതിൽ മാതാപിതാക്കളുടെ കടപ്പാട് ഒരു വിഷയമാണ്, പരലോകം എന്നും ഒരു വിഷയമാണ്. പക്ഷെ എത്രമേൽ ചർവിതം ചെയ്യപ്പെട്ടിട്ടും നമുക്കിടയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. പടച്ചവനെ പേടിയുള്ള മനുഷ്യർ അതിൻ്റെതായ രീതിയിൽ ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു സമുദായത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ്, ഒരു സമുദായത്തിന്റെ രീതി ഇതാണ്. ആ സമുദായത്തിന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ സമുദായത്തിലെ ഓരോ അംഗങ്ങളും ഈ വിഷയത്തിൽ തീരുമാനങ്ങളുള്ളവരാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരുന്നില്ല എന്നാണ് ഈ പരാതിയുടെ മുഖമെന്ന് നാം മനസ്സിലാക്കണം. ആളുകളില്ല എന്നല്ല, ഇങ്ങനെ പരിഗണിക്കുന്ന വ്യക്തികളില്ല എന്നുമല്ല. പക്ഷേ ഈ വ്യക്തികൾക്കപ്പുറത്ത് സമൂഹം, സമുദായം, അതാണല്ലോ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇസ്ലാം ശ്രദ്ധാകേന്ദ്രമാവുക. അപ്പോഴാണല്ലോ ഇസ്ലാമിന്റെ ദർശനത്തോട് ആളുകൾക്ക് കൂറുണ്ടാവുക. അപ്പോഴാണ് ഒരു അന്വേഷണത്തിന്റെ മുഖം ഇസ്ലാമിലേക്ക് തിരിയുക. അപ്പോഴാണ് പ്രശ്നപരിഹാരത്തിന് ഇസ്ലാം ഒരു ഫോർമുലയായിട്ട് വരിക. അങ്ങനെയാണ് ദീനുൽ ഇസ്ലാം ഉയർന്നു നിൽക്കുക എന്ന് തിരിച്ചറിയാൻ വിനയപുരസ്സരം നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്തിന് കോട്ടം തട്ടിക്കാതിരിക്കുമാറ്
ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങളെ മുറുകെ പിടിക്കാൻ മുസ്ലിം സമുദായത്തിന് പറ്റണം. അപ്പൊ ഈ വാഴ്ന്ന പരമ്പരയിലൊക്കെ വരുന്ന വിഷയം തന്നെ മാതാവിന് നൽകുന്ന സ്ഥാനത്തെ കുറിച്ച് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ്, ഒരാൾ റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ. എന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ അഭിസംബോധന ചെയ്തു. മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി, ചോദ്യം ഇതായിരുന്നു, അന്വേഷണം ഇതായിരുന്നു, ഞാൻ ഈ മനുഷ്യരിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ആരോടാണ് വർത്തിക്കേണ്ടത്, ഏറ്റവും നല്ല നിലക്ക് ഞാൻ ആരോടാണ് പെരുമാറേണ്ടത്, ഏറ്റവും നല്ല നിലക്ക് ഞാൻ ആരോടാണ് സമീപനം സ്വീകരിക്കേണ്ടത് എന്നാണ്. റസൂലുള്ളാഹി ഉടനെ നൽകിയ മറുപടി ഉമ്മുക്കി, നിന്റെ ഉമ്മയോട് എന്നാണ്. ഉമ്മയോട് ഏറ്റവും നന്നായി വർത്തിക്കണം. ചോദ്യം ആവർത്തിച്ചു. ഇനി ആരോട് എന്ന അർത്ഥത്തിലാണ് ആവർത്തനം. സുമ്മമൻ, പിന്നെ ആരോടാണ്? അപ്പോഴും റസൂലിന്റെ മറുപടി ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്, ഉമ്മക്ക, നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ഇനി ആരോടാണ്? അപ്പോഴും അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആര് എന്നാണ്. അപ്പോൾ മൂന്നാമതും ഹബീബിന്റെ മറുപടി സുമ്മ ഉമ്മക്ക, നിന്റെ ഉമ്മയോട് തന്നെ. അപ്പോൾ ചോദ്യകർത്താവ് നാലാമതായി വീണ്ടും സുമ്മമൻ, ഞാൻ പിന്നെ ആരോടാണ്? അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി സുമ്മ അബാക്ക, പിന്നെ നിന്റെ ബാപ്പയോട് എന്ന്, പിതാവിനോട് എന്ന്. ഇത് പിതാവ് മോശക്കാരനായത് കൊണ്ടല്ല. ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് പെണ്ണ് ചതച്ചരക്കപ്പെടുമ്പോൾ, അവൾ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ, ഉമ്മ എന്ന സ്ഥാനത്ത് വന്നാലും അവൾ രക്ഷപ്പെടാതെ പോകുമ്പോൾ, അങ്ങനത്തെ ഒരു ക്രമമായിരുന്നു മക്കയിൽ എന്ന് മനസ്സിലാക്കണം. അതായിരുന്നു അറേബ്യൻ ക്രമം. മുമ്പൊരിക്കൽ ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഗാർഹിക പീഡനം എന്ന നിലക്ക് വീട്ടകത്തുള്ള ലൈംഗിക അരാജകത്വം എങ്ങനെ എന്ന് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലൂടെ ഒരു വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തും. പിതാവ് കല്യാണം കഴിച്ച ഭാര്യമാരെ, പിതാവ് കല്യാണം കഴിച്ച സ്ത്രീകളെ അഥവാ ഉമ്മമാരെ പങ്കുവെച്ചെടുക്കുന്ന മക്കളുള്ള കാലം എന്ന് പറഞ്ഞാൽ, പിതാവ് കല്യാണം കഴിച്ച സ്ത്രീയെ തന്റെ വെപ്പാട്ടിയാക്കുന്ന മക്കളുള്ള കാലം എന്ന് പറയുമ്പോൾ, വീട്ടകത്തെ ലൈംഗിക അരാജകത്തിന്റെ വൃത്തികെട്ട മുഖം അന്ന് എങ്ങനെയായിരുന്നു എന്ന്, ഇന്നത് സ്വന്തം മകളെ ഉപയോഗിക്കുന്ന വൃത്തികേടാണ് എങ്കിൽ വേറെ ഒരു മുഖമുള്ള വൃത്തികേട് അവിടെ ഉണ്ടായിരുന്നു. സൂറത്തു നിസായിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പാടില്ല എന്ന്, അത് പാടില്ലാത്തതാണെന്ന്, അത് വലിയ അധർമ്മമാണെന്ന്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തരിസുൻ നിസാ കർഹ, നിങ്ങൾ സ്ത്രീകളെ ബലാത്കാരം അനന്തരം എടുക്കരുത്. പിതാവ് മരിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ, സ്വത്തോഹരി വെച്ചു കഴിഞ്ഞാൽ പിന്നെ പിതാവ് കല്യാണം കഴിച്ച സ്ത്രീകളെ, തന്നെ പ്രസവിച്ച സ്ത്രീ ഒഴിച്ച് ബാക്കിയുള്ള സ്ത്രീകളിൽ തനിക്ക് ബോധ്യപ്പെട്ടവളെ ഓരോ മക്കളും സ്വന്തമാക്കുന്ന വൃത്തികേട്, മനുഷ്യത്വമില്ലായ്മ, ധാർമ്മികത ഇല്ലായ്മ അവിടെ നടന്നിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എങ്കിൽ നമ്മൾ അറിയണം, അത്തരം ഒരു ക്രമത്തിൽ ഉമ്മയെ ഉയർത്തി വെക്കുകയാണ്. ഉമ്മ എന്നത് ഉദാത്തമായ ഒരു പദവിയാണ്. ഉമ്മ എന്നത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു പദവിയാണ്. മാതൃത്വം അത്രമേൽ മഹത്തരമാണ് എന്ന് ആ പശ്ചാത്തലം വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമ്മുടെ ഒരു ക്രമത്തിൽ ധാർമ്മിക ക്രമങ്ങളായതുകൊണ്ട്, ഇവിടെ മതങ്ങളും മതസംഹിതകളും ധാർമ്മിക മൂല്യങ്ങളും ഉള്ളത് കൊണ്ട് മാതാക്കൾക്കൊരു പരിഗണന എന്നത് ഒരു പഠന വിഷയമാണ്, അതൊരു പരിചിത വിഷയവുമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ക്രമത്തിൽ ഇത് പഠിപ്പിക്കുമ്പോൾ അതിന് വലിയ പദവിയാണ്, സ്ഥാനമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അമ്മ ഉമ്മ എന്ന് പറയുമ്പോൾ അവരോടാണ് ഏറ്റവും നല്ല കടപ്പാട് കാണിക്കേണ്ടത്, ഏറ്റവും നല്ല ബന്ധം, ഏറ്റവും നല്ല സുഹ്ബത്ത്, ഏറ്റവും നല്ല സഹവാസം, ഏറ്റവും നല്ല പരിഗണന അവർക്ക് കൊടുക്കണമെന്നാണ്. അങ്ങനെ 3 പ്രാവശ്യവും ഉമ്മയെ എടുത്തുദ്ധരിച്ചിട്ട് നാലാമത് പിതാവിനെ പറയുമ്പോൾ, പിതാവ് ഒരു മോശക്കാരനായത് കൊണ്ടല്ല, പക്ഷെ ഉമ്മ സഹിക്കുന്ന ത്യാഗം, ആ മാതൃഹൃദയത്തിന്റെ വേദന, മാതൃത്വം അനുഭവിക്കുന്ന പീഡനം, അതിനെ ഉദാത്തവൽക്കരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ വശത്തെ മനസ്സിലാക്കി തരികയാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം ഇങ്ങനെ മനുഷ്യരെ ഉപദേശിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അങ്ങനെ മാതാവിനെയും പിതാവിനെയും ഇത്രമേൽ ഉദാത്തവൽക്കരിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ്, ഒരുപാട് പീഡ ഏറ്റുവാങ്ങിയിട്ടാണ്, വളരെ ബലഹീനമായ അവസ്ഥയിലാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. അങ്ങനെ വേദനയേറിയ ഒരു പ്രസവത്തിലൂടെ
പിന്നീട് 2 വർഷം സ്വന്തം ശരീരത്തിന്റെ പോഷണാവശ്യാർത്ഥം അകത്തേക്കെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ഊറിക്കൂടി വരുന്ന പോഷകാംശങ്ങളെ സ്വന്തം മകന് വലിച്ചു ഊറ്റിയെടുക്കാൻ കഴിയുമാറ് അമ്മിഞ്ഞയിലൂടെ അത് പകർന്നു കൊടുത്തപ്പോൾ അവന്റെ ബുദ്ധിപരമായ കഴിവ്, അവന്റെ ആകാര സൗഷ്ഠവം, കാഴ്ചയുടെയും കേൾവിയുടെയും കൂർമ്മത, അങ്ങനെ അവനെ ഒത്ത ഒരു മനുഷ്യനാക്കി മാറ്റാൻ വലിയ അളവിൽ സഹിച്ച ഈ ത്യാഗം 2 വർഷം അവനെ മുലയൂട്ടുകയും ചെയ്തു ഈ ഉമ്മ. അതുകൊണ്ട് അനിഷ്കുർലി വലിവാലിദയ്യ, എനിക്കും നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിന്നെ സൃഷ്ടിച്ച തമ്പുരാൻ ഒരു ഭാഗത്ത്, രണ്ടാമതായി ആ തമ്പുരാനെ കഴിഞ്ഞാൽ നിന്റെ പിതാവ് നിന്റെ ഉമ്മയെ ഇവിധം പരിലാളിച്ച, നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഈ ഉമ്മയെ ഏറ്റെടുത്ത് ഇത്രയും ഉദാത്തമായ നേരത്തെ പറഞ്ഞ ഇണ എന്ന നിലക്ക് സകല പരിഗണനയും കൊടുത്തുകൊണ്ട് അവൾക്ക് താങ്ങായി നിന്ന, അവൾക്ക് മനസ്സമാധാനം കൊടുത്തുകൊണ്ട് കൂടെ നിന്ന, അങ്ങനെ ഈ അന്നം തേടാനുള്ള യാത്രയിൽ മാതാവിനെ ആക്കിയിട്ട് അങ്ങനെ അന്നം തേടി പുറത്തിറങ്ങി വിഭവങ്ങൾ കൊണ്ടുവന്ന് ഈ ഉമ്മയെ പരിപാലിച്ച, അങ്ങനെ ആ ഉമ്മയിലൂടെ നീ ഉണ്ടാകാൻ കാരണക്കാരനായ ആ ഉമ്മയാവട്ടെ ഇത്രയേറെ ത്യാഗം സഹിച്ച് നിന്നെ പ്രസവിച്ച് മുലയൂട്ടിയതിനാൽ ആ ഉമ്മ, അതിന് പിന്നിലുള്ള ഉപ്പ, ഇവരോട് നിനക്ക് അത്രമേൽ നന്ദിയുണ്ടാവണം എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ ഈ നന്ദിയെ അള്ളാഹു പഠിപ്പിച്ചത്, ഈ നന്ദി പ്രകാശനത്തെ പഠിപ്പിച്ചത് അവിടെ ത്യാഗത്തെ മുമ്പിൽ വെച്ചിട്ടാണ്. എങ്കിൽ ആ ത്യാഗത്തിന് പരിഗണന കൊടുക്കണം എന്ന്, ആ ത്യാഗത്തിന് പരിഗണന കൊടുക്കണമെന്ന് എത്രയേറെ ഹബീബ് വിശദീകരിക്കുന്ന ഹദീസുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വളർന്നു കേട്ടാൽ മണിക്കൂറുകൾ, 2, 3, 4 മണിക്കൂറുകൾ നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനെ ഈ വിഷയം തന്നെ വാഴ്ന്നും പറയും. അത്രമേൽ പാഠ്യ വിഷയങ്ങളുണ്ട് എന്നതാണ്, അത്രമേൽ കൃത്യമായ അധ്യാപനങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്, അത് അത്രമേൽ ഗൗരവത്തിൽ പഠിപ്പിച്ചത് കൊണ്ടാണ്. എന്നിട്ടും ഈ വിമൻസ് ഡേക്ക് നമ്മൾ വായിച്ചു. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു പത്രത്തിന്റെ തലക്കെട്ടിൽ ആദ്യത്തെ വാർത്ത അതായിരുന്നു. ഈ വനിതാ ദിനാചരണത്തിന്റെ വാർത്തയിൽ 8 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മ തെരുവിലായി പോയത് വനിതാ ദിനത്തിന്റെ അന്ന്. 8 മക്കളെ പ്രസവിച്ച ഒരു മുസ്ലിം ഉമ്മ തെരുവിലേക്ക് തള്ളപ്പെട്ടത് വളരെ കൃത്യമായിട്ട് ഇവിടെ മുസ്ലിം സമുദായത്തിനകത്തെ ന്യൂനതകളെ പർവ്വതീകരിച്ച് എടുത്തുദ്ധരിച്ച് ശീലിച്ച ഒരു പത്രത്തിന്റെ അന്നത്തെ പ്രധാന വാർത്തയും തലക്കെട്ടും ശ്രദ്ധാകേന്ദ്രം ഇതായിരുന്നു എന്ന്. പോലീസ് മകനെ പിടികൂടി കൊണ്ടുവന്ന് എന്നിട്ട് മകനോട് പറഞ്ഞു നിങ്ങൾ ഏറ്റെടുക്കണം എന്ന്. അപ്പോൾ മകൻ പറഞ്ഞ വർത്തമാനം, ആ മകനോ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മകൻ, എന്നിട്ട് ആ മകൻ പറഞ്ഞ മറുപടിയും കൃത്യമായിട്ട് പത്രം രേഖപ്പെടുത്തി. മറ്റു മക്കളും ചേരട്ടെ, അവരും ഏറ്റെടുക്കട്ടെ എന്നാണ്. പ്രസവ സമയത്ത് 8 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പോറ്റാൻ ഈ ഉമ്മ എത്രമേൽ ത്യാഗം സഹിച്ചിട്ടുണ്ടാവും. ആ ഉമ്മക്ക് മറയായി ഒരു പിതാവുണ്ടായപ്പോൾ ആ ഉമ്മ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ല. ആ പിതാവിന്റെ സ്ഥാനം അതാണ്. ഉമ്മയെ 3 പ്രാവശ്യം എടുത്തുദ്ധരിച്ചു ഈ ഹദീസിൽ. എന്നിട്ട് സുമ്മ അബാക്ക, പിന്നെ നിന്റെ ബാപ്പയോടെന്ന് പറയുമ്പോ ആ ഉമ്മയെ ഇങ്ങനെ മനസ്സമാധാനം കൊടുത്ത് സുരക്ഷിതമാക്കി നിർത്തി ഈ കുഞ്ഞുങ്ങളെ അവരുടെ ശാരീരികവും മാനസികവുമായ സകല കഴിവിന്റെയും വളർച്ചയ്ക്ക് ഉതകും വിധമുള്ള ത്യാഗം സഹിക്കാൻ മാത്രം ഉമ്മക്ക് താങ്ങായിരുന്ന ആ ഉപ്പ ഉള്ളപ്പോൾ ഈ ഉമ്മ തെരുവിലായില്ല. ആ ഉപ്പ കടന്നു കഴിഞ്ഞു പോയപ്പോൾ, മക്കൾ എന്തിനും പോന്നവരായപ്പോ ഈ ഉമ്മ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എങ്കിൽ ആ ഒരൊറ്റ അനുഭവം പോരെ അന്നേ ദിനത്തിൽ പത്രം വായിക്കുന്ന ഈ സമൂഹത്തിന് മുമ്പിൽ മുസ്ലിം സമുദായത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപപ്പെടാൻ എന്ന് വേദനയോടെ ഞാൻ നിങ്ങളും ഓർക്കണം. എങ്കിൽ ഇത് തിരുത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിയണം, നമ്മുടെ സമൂഹത്തിലും നമ്മൾ തിരിഞ്ഞു വെക്കണം, മുഖം തിരിച്ചു വെക്കണം, ഇടപെടണം. നമ്മുടെ മാതാക്കൾ, നമ്മുടെ പിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, ഈ അടിസ്ഥാനത്തിലാണ് സ്ത്രീയുടെ സ്ഥാനം. ഒന്നുകിൽ അവൾ മകളായിരിക്കും, അല്ലെങ്കിൽ സഹോദരി, അതല്ലെങ്കിൽ ഭാര്യ, അതല്ലെങ്കിൽ മാതാവ്. ഇതല്ലാത്ത ഒരു സ്ഥാനം ഒരു പെണ്ണിനെന്തായിരുന്നാലും വഹിക്കാൻ കഴിയില്ല. എങ്കിൽ ഏതു സ്ഥാനത്തായിരുന്നാലും ആ സ്ത്രീയോട് കാണിക്കേണ്ടുന്ന കാരുണ്യം കാണിക്കാൻ, അതിൽ ലോകത്തിന് മാതൃകയാകാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് പറഞ്ഞൊഴിയാം. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ സന്ദേശങ്ങളായി ഈ മീഡിയയുടെ വ്യാപന കാലത്ത് ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു എങ്കിൽ ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ മാറ്റിവെച്ചിട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത വിധം സാമൂഹ്യ അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നും ഇവിടെ വിഷയങ്ങൾക്ക് വലിയ മർമ്മങ്ങൾ ഉണ്ടാകുന്നു എന്നും വേദനയോടെ ഓർക്കാൻ ഈ സമുദായത്തെ നയിക്കുന്നവർക്കും പറ്റണം. ഇങ്ങനെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിക ഉത്ബോധനങ്ങളെ വീണ്ടും അതിന്റെ സർവതല മർമ്മത്തോടുകൂടി
നമുക്ക് വീണ്ടും ആവർത്തിച്ച് പഠിക്കേണ്ടി വരും. പിന്നെയും നമ്മൾ കാഴ്ചപ്പാടുകളെ ഉരുവപ്പെടുത്തേണ്ടി വരും, നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടി വരും. നാലാമതായി ഇസ്ലാം പഠിപ്പിച്ചു, ഈ നിന്റെ മകൾ, നിന്റെ സഹോദരി, നിന്റെ ഭാര്യ, നിന്റെ ഉമ്മ, നീ കേന്ദ്രീകൃതമായി ഒരു സ്ത്രീക്ക് ഇത്രയും പദവികൾ വഹിക്കാം. എന്നാൽ അതിനപ്പുറത്തും സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളോടും നിങ്ങൾ വളരെ ബഹുമാനത്തോടെ ആദരവോടെ പെരുമാറണം. വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ച് ഒരാള് മദീന പള്ളിയിൽ വന്ന അനുഭവം ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരനെ അടുത്തിരുത്തിയിട്ട് റസൂലുള്ളാഹി നല്ല ഒരു ഉത്ബോധനം നടത്തി. ആ ഉത്ബോധനത്തിനൊടുവിൽ ഹബീബ് അദ്ദേഹത്തെ ബോധവൽക്കരിച്ചതും സമൂഹത്തെ പഠിപ്പിച്ചതുമായ പാഠം, ഏതൊരു സ്ത്രീയും ആരുടെയൊക്കെയോ മകളാണ്, ആരുടെയൊക്കെയോ സഹോദരിയാണ്, ആരുടെയൊക്കെയോ ഭാര്യയാണ്, ആരുടെയൊക്കെയോ ഉമ്മയാണ്. അതുകൊണ്ട് ഏതൊരു സ്ത്രീയും ആദരിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് നമ്മെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഈ 4 പദവിക്കപ്പുറത്തും സ്ത്രീകളുണ്ട്. എങ്കിൽ ആ സ്ത്രീകളെ കുറിച്ച് നാം മനസ്സിലാക്കണം. അവരോരോരുത്തരും ആരുടെയൊക്കെയോ മകളാണ്, ആരുടെയൊക്കെയോ സഹോദരിയാണ്, ആരുടെയൊക്കെയോ ഭാര്യയാണ്, ആരുടെയൊക്കെയോ ഉമ്മയാണ്. അതുകൊണ്ട് അവരെല്ലാവരും ആദരിക്കപ്പെടേണ്ടവളാണ്. എല്ലാ സ്ത്രീകളെയും ആദരവോടെ കാണുക എന്ന ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അത് മാലോകരെ ഇസ്ലാം പഠിപ്പിച്ച പാഠമാണ്. ഈ ചെറുപ്പക്കാരൻ അവസാനമായിട്ട് പറഞ്ഞ വർത്തമാനം ഇതാണ്: പ്രവാചകരെ, ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യഭിചാരമായിരുന്നു, പെണ്ണ് പിടിക്കൽ, വാണിഭത്തിൽ ഏർപ്പെടൽ എന്നാണ് പുതിയ ഭാഷ. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് ഏറ്റവും വെറുക്കപ്പെട്ടത് വ്യഭിചാരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. മനോഭാവത്തെ മാറ്റുകയാണ്, മനോഘടനയെ മാറ്റുകയാണ്. ഇസ്ലാം മനോഭാവത്തെ മാറ്റല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം നിലപാടുകളെ സൃഷ്ടിക്കല. അത് കേവലം ആരാധന ഭണ്ഡാരങ്ങളോ വേഷഭൂഷാദികളോ മാത്രമല്ല, മനോഭാവങ്ങൾ മാറല. അതുകൊണ്ട് മനോഭാവത്തെ മാറ്റിപ്പണിതുകൊണ്ടാണ് സ്ത്രീത്വം ഏറ്റവും സുരക്ഷിതമാകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ക്രമത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരുവപ്പെടുത്തിയെടുത്തത് എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. ആ സുന്നത്തിനെ പ്രയോഗവൽക്കരിച്ചും ആ സുന്നത്തിനെ മാലോകരെ അനുഭവിപ്പിച്ചും ആ സുന്നത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് സമൂഹത്തിൽ ഇറങ്ങി പടപൊരുതിയും മുന്നോട്ട് പോകാനേ നിലവിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് പറ്റൂ എന്നും നാം തിരിച്ചറിയണം. ഈ വക ഇസ്ലാമിക അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മാതൃകാപരമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.